തൃശൂർ ചേലക്കരയിലെ ഭവന വാഗ്ദാന വഞ്ചനയിൽ ഉത്തരമുട്ടിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നും വാഗ്ദാനം നൽകിയവരുടെ വീടുകൾ മുക്കാൽ ഭാഗവും പൂർത്തീകരിച്ചെന്നും ന്യായീകരണം. ചോദ്യങ്ങളോട് പ്രതികരിച്ച മുൻ MLA ന്യൂസ് മലയാളത്തിനെതിരെ അസഭ്യവർഷവും നടത്തി. ന്യൂസ് മലയാളം PV അൻവർ വലിയ വഞ്ചന നടത്തിയെന്ന് പറയുന്നത് ഈ പറയുന്ന 7 or 8 വീടുകൾ അതിൽ മുക്കാൽ പങ്കും പണിയും കഴിഞ്ഞ് കിടക്കുകയാണ്. പലതും വാർക്കാനുള്ള ഘട്ടത്തിലാണ്. ഇത് നാട്ടുകാരോട് പിരിവിട്ടിട്ട് PV അൻവർ കെട്ടിച്ചതല്ല. എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കൊടുത്ത വീടുകളാണ്. 1000 വീടുകൾ ഒരു KPCC ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. ലക്ഷക്കണക്കിന് ഇവിടുത്തെ എന്താ പറയുക ലൈഫ് പദ്ധതിയിലെ വീടുകൾ 1 ഘട്ടവും 2 ഘട്ടവും കഴിഞ്ഞ് പൊളിഞ്ഞ് തകരാനായി കിടക്കുകയാണ്. ന്യൂസ് മലയാളം അത് കാണൂല. അതേസമയം ഭവന വാഗ്ദാനത്തിൽ തനിക്ക് പങ്കില്ലെന്നും പൂർണ്ണ ഉത്തരവാദിത്വം അൻവറിനാണെന്നും ചേലക്കരയിലെ DMK സ്ഥാനാർത്ഥി NK സുധീർ പ്രതികരിച്ചു. എനിക്കൊരു ഉത്തരവാദിത്തമില്ല. ഞാനൊരു ഓഫറും ആർക്കും കൊടുത്തിട്ടില്ല. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. പുള്ളി ഇലക്ഷന്റെ ഇതിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണത്. അപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. സത്യം പറഞ്ഞു അത് ഞാനിപ്പോഴും പറയുന്നത് ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം മാറില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 3-4 മാസം മുമ്പായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വേർപെട്ടു. പിന്നെ അതിനകത്ത് ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ലെവിൻ K വിജയൻ നൽകും വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അൻവർ മറന്നെന്ന് തോന്നുന്നു ആ പാവങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. എന്താണ് വിഷയത്തിന്റെ ഒരു പൂർണ്ണ രൂപം? കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു മണ്ഡലത്തിൽ 1000 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനവുമായി PV അൻവർ നിർധനരായ കുടുംബാംഗങ്ങളെ സമീപിച്ചത്. 9 പഞ്ചായത്തുകളിലും ഓഫീസുകൾ തുറന്ന് നിരവധി ആളുകളിൽ നിന്നും അദ്ദേഹം അപേക്ഷകൾ സ്വീകരിച്ചു. ചില സ്ഥലങ്ങളിൽ നേരിട്ടെത്തി ആളുകളെ കണ്ട അൻവർ വീട് നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി പലരും വാസയോഗ്യമായ വീടുകൾ പോലും പൊളിച്ചു കളയേണ്ട സാഹചര്യമുണ്ടായി. പാതി വഴി പിന്നിട്ട നിർമ്മാണം പൂർത്തീകരിക്കാമെന്ന അൻവറിന്റെ വാക്ക് വിശ്വസിച്ച നിരവധി ആളുകളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ സംഭവം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായി അൻവറിനോട് പ്രതികരണം തേടിയിരുന്നെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു അൻവർ ന്യൂസ് മലയാളത്തിനെതിരെ അസഭ്യ വർഷം ചൊരിഞ്ഞത്. താൻ ഏറ്റെടുത്ത വീടുകളിൽ 3/4% നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നായിരുന്നു അൻവറിന്റെ അവകാശവാദം. എന്നാൽ അൻവറിന്റെ വാക്കുകളെ തള്ളിയ DMKയുടെ സ്ഥാനാർത്ഥിയായ NK സുധീർ തനിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ളതായിരുന്നു പ്രതികരിച്ചത്. അൻവർ ആണ് ഇക്കാര്യങ്ങൾ പൂർണ്ണമായി നോക്കി നടത്തിയതെന്നും സുധീർ പറഞ്ഞു. ചേലക്കര MLA ആയ UR പ്രദീപും ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ശരിവെച്ചു. നിരവധി ആളുകൾ അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടതായാണ് UR പ്രദീപ് പറയുന്നത്. ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ഈ വഞ്ചിക്കപ്പെട്ട ആളുകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും UR പ്രദീപ് പ്രതികരിച്ചു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് അൻവറിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത്. സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കണമെന്നുള്ള ആവശ്യമാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്.